നമ്മുടെ കടയിലുണ്ടാക്കുന്ന കടലക്കറിയുടെയും സാമ്പാറിൻ്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ കടയുടെ സീക്രട്ട് രഹസ്യം ആയതുകൊണ്ട് ഞാൻ ഇന്നുവരെ പുറത്തിട്ടിട്ടില്ല. പിന്നെ ബീഫ് കറി, മുട്ടക്കറി, മറ്റുള്ള കറികളൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ആൾക്കാരും എന്നോട് കടലക്കറിയുടെ വീഡിയോ ഇടോ ചേച്ചി എന്നും പറഞ്ഞ് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്, സബി സ്പൈസി കുക്ക് എന്നാണ് ചാനലിൻ്റെ പേര്. ഒരുപാട് വെറൈറ്റി കടലക്കറികളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നാ പിടിച്ചോ, ഇന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറി. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കടലയൊക്കെ 1 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. കടലയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് കുതിർത്താനിട്ടത്. എന്നിട്ടും ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേക്കണത്. ഇനി ഇതിലേക്ക് 6 കുഞ്ഞ് സവാള ഇട്ട് എടുത്തേക്കണം. വലിയ സവാളയാണെങ്കിൽ 3 എടുത്താൽ മതി. കുഞ്ഞതായിട്ട് 6 ഇട്ട്, പിന്നെ ഒരു 2-3 പച്ചമുളകും ഒരു കുഞ്ഞ് തക്കാളിയും കൂടി കണ്ടമുണ്ടോട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ടേ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കടലയൊക്കെ വറുത്തരച്ച് കറി വെക്കുക, അതേപോലെ തന്നെ കടലയും തേങ്ങയും കൊണ്ട് അരച്ച് കറി വെക്കുക, പിന്നെ തേങ്ങാപ്പാലിൽ കറി വെക്കുക. പല രീതിയിലും കടലക്കറി ഉണ്ടാക്കാൻ പറ്റും. ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. ഇനി നമ്മൾ മിക്സിയിലേക്ക് ഒരു തക്കാളി കണ്ടമുണ്ടോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് വേണ്ടത്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങ ഇതിനധികം ചേർക്കണില്ല. ഒരു തവി തേങ്ങയുടെ ചേർത്ത് കൊടുത്തേക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു ചട്ടിയടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പൊട്ടി വന്നപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത്, അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത്, പിന്നെ അരച്ച് വെച്ചേക്കണം ആ മിക്സില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ എൻ്റെ മിക്സിയൊക്കെ കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി ഇളക്കി കൂട്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ തെളിയണ വരെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മസാലയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് മൂത്തിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചേക്കണ കടലയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും വിചാരിക്കും ഇതെന്താണ് ഗോദാവരി വെള്ളം പോലെ കടല വേറെ വെള്ളം പോലെയൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കേണ്ട. ഇതെന്താണ് എല്ലാം കൂടി അങ്ങനെ ഇളക്കി കൂട്ടിയിട്ട് ഒന്ന് തിളക്കാനായിട്ട് അനുവദിച്ച് കൊടുക്കണം. അപ്പം നോക്കിക്കേ നല്ല കുറുകിയ ചാറോടുകൂടി നമ്മുടെ കടലക്കറി ആകണത്. ഇത് തിളച്ച് കഴിയുമ്പോഴെന്ത് ചെയ്യണമെന്ന് പറയാം, ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ട് കൊടുത്തോ നല്ല സെറ്റായി കിട്ടും അങ്ങോട്ട്. ഇന്നലെ നമ്മുടെ ഫോളോവറെ കടലക്കറിയുടെ റെസിപ്പി ഇടുമെന്നും ചോദിച്ച് കമൻറ്റ് ഇട്ടതുകൊണ്ടിട്ടാണ് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു കടലക്കറി കടയിൽ ഉണ്ടാക്കിയതും നിങ്ങളുമായി ഷെയർ ചെയ്തും. അപ്പോൾ ഈ ഒരു കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വെറൈറ്റിയും ആകാടോ. അപ്പം നമ്മളുടെ വെറൈറ്റി റെസിപ്പികളുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മുടെ കടയിൽ ഉണ്ടാക്കണ വിഭവങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്കും വിലയേറിയ കമൻറ്റുകളൊക്കെ തന്നോട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് നാളെയും വീഡിയോ ഇടാൻ തോന്നുള്ളൂ. ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു.